ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഊണിൻ്റെ കൂടെയും സദ്യയുടെ കൂടെയൊക്കെ നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ 250 ഗ്രാം അളവിൽ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് അരിഞ്ഞ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷമുള്ള വെയിറ്റ് ആണ് കേട്ടോ 250 ഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിനാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടി ചെറിയ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. തീരെ സൈസ് കുറഞ്ഞിട്ടും കട്ട് ചെയ്യേണ്ട, ഒരുപാട് വലിയ പീസാക്കിയിട്ട് അരിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ പൈനാപ്പിൾ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടി തൈരാണ് ഏറ്റവും എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ചേർക്കാവുന്നതാണ്. പൈനാപ്പിൾ പച്ചടിക്ക് അധികം പുളിയുള്ള തൈര് എടുക്കരുത് കേട്ടോ. കാരണം വെച്ചാൽ പൈനാപ്പിളിൽ അത്യാവശ്യം പുളിയുള്ളതാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട, ചെറിയ പുളിയുള്ള തൈര് മതിയാവും. ഇനി നമുക്ക് ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ നല്ല സ്മൂത്തായിട്ട് ഈ കട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ തൈരിൻ്റെ കട്ടയെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പൈനാപ്പിൾ ചേർക്കാവുന്നതാണ്. കൂടെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതേ അളവിൽ തന്നെ ഒരല്പം മുളക് പൊടിയും കൂടി. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് ശർക്കരയും കൂടിയാണ്. ഈ ശർക്കരയ്ക്ക് പകരം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർക്കാവുന്നതാണ്. പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കാം. പഞ്ചസാരയേക്കാൾ കൂടുതൽ രുചികരം ശർക്കര ചേർക്കുമ്പോഴാണ്. ഇനി ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ നമുക്കൊന്ന് തിളപ്പിച്ച് വേവിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5-6 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ പൈനാപ്പിളെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഒരു വെള്ളമെല്ലാം ഏകദേശം ഒന്ന് പകുതിയോളം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് ചെറിയൊരു തേങ്ങാക്കൂട്ടും കൂടി ചേർക്കാനായിട്ടുണ്ട്. നമ്മുടെ ഈ തേങ്ങാക്കൂട്ട് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് നിറയെ ചിരകിയ തേങ്ങ ചേർക്കാവുന്നതാണ്. ഇതിനോടൊപ്പം ഒരു പച്ചമുളകും കൂടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് കടുകാണ്. ഒരു 2 പിഞ്ച് കടുക് ചേർക്കാവുന്നതാണ്. അതേ അളവിൽ തന്നെ 2 പിഞ്ച് ചെറിയ ജീരകം കൂടി, നല്ല ജീരകം. ഇനി ഇതിലേക്ക് ഒരല്പം മാത്രം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. തേങ്ങാക്കൂട്ടും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് തിളക്കട്ടെ. ആ തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ മാത്രം. ഫ്ലെയിം ഹൈയിൽ വെക്കരുത്. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് നമ്മുടെ തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തൈരാണ്. അപ്പോൾ തൈര് ഇപ്പോൾ ചേർക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. തൈര് ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടിലാണ് നമ്മുടെ മൺചട്ടി ഉള്ളത്. ആ ഒരു ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് വേണം നമ്മൾ തൈര് ചേർക്കാനായിട്ട്. ഇപ്പോൾ ഇതിന് ആ തിളയ്ക്കുന്ന ആ ഒരു ചൂടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കാവുന്നതാണ്. തൈര് ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് നമുക്ക് എക്സ്ട്രാ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് താളിച്ചും കൂടി ചേർക്കാം. താളിച്ച് ചേർക്കാനായിട്ട് ചെറിയൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ 2 വറ്റൽമുളക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി. ഇനിയിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഈ ചൂടൊന്ന് മാറിയിട്ട് വേണം നമ്മുടെ ഈ പച്ചടിയിലേക്ക് ചേർക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ എണ്ണ വീഴുന്ന ആ സ്ഥലത്തുള്ള തൈര് പിരിഞ്ഞു പോകും. ലൈറ്റായിട്ടൊന്ന് ചൂട് മാറിയിട്ട് നമുക്ക് ഈ പച്ചടിയിലേക്ക് ചേർക്കാവുന്നതാണ്. താളിച്ച് ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതൊരു 1/2 മണിക്കൂർ ഒന്ന് അടച്ച് വെക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്നും വെച്ചിട്ടില്ല കേട്ടോ, ഫ്ലെയിമൊക്കെ ഓഫാണ്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. അപ്പോൾ സദ്യയ്ക്കൊപ്പം ഊണിനൊപ്പം ഒക്കെ ഇതുപോലൊരു പൈനാപ്പിൾ പച്ചടി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.